10 വർഷം ഒരേ മുഖമാണ് മുഖ്യമന്ത്രി കസേരയിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ആ മുഖ്യമന്ത്രിയെയും നിലവിലെ മുഖ്യമന്ത്രിയും താരതമ്യം ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ചിരിക്കാത്ത 10 വർഷം ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി, ചിരിക്കുന്ന മുഖ്യമന്ത്രി, പൂക്കിയായ മുഖ്യമന്ത്രി. ആ പുതിയ മുഖ്യമന്ത്രിക്ക് പൂക്കിന്ന് പേരിട്ടു, മറ്റേ പുള്ളിക്ക് കാരണഭൂതൻ എന്നുള്ള പേരും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പഴയ മുഖ്യമന്ത്രി എന്ത് ചെയ്തിരുന്നോ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി. ആ രീതിയിൽ പുതിയ മുഖ്യമന്ത്രി പോകുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തര നിരീക്ഷണം. ഞാൻ ഇന്നലെ വൈകുന്നേരത്ത് ഇത് ഇവിടെ പട്ടത്തോട് അങ്ങോട്ട് നടന്നു പോകുമ്പോൾ സ്റ്റേറ്റ് കാർ വരുന്നുണ്ട്. ദൂരെ നോക്കുമ്പോൾ ഒരു എസ്കോട്ട്, ഒരു പൈലറ്റ് നടുക്ക്. അതാ അവിടെ നമ്മുടെ സൂര്യപ്രഭ കൺവെൻഷൻ സെന്ററിൽ പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നല്ല പോലീസ് തന്നെ ഒക്കെ ഉണ്ട്. അവിടെ ഒരു പരിപാടി നടക്കുകയായിരുന്നു. അപ്പോൾ ഈ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ എന്താ നിരീക്ഷിക്കുന്നതെന്നറിയാമോ? അതായത് ഇയാൾ പിണറായി വിജയനെ പോലെ ആകുന്നുണ്ടോ എന്ന്. ആരായി നിരീക്ഷകരെന്നറിയാമോ? അവിടെയാണ് രസം. CPM അവിടെയാണ് രസം. അതായത് പിണറായി വിജയൻ ആള് ശരിയായിരുന്നില്ല എന്ന് അവർക്കറിയാം. എന്ത് വ്യത്യാസം ഇത് നിരീക്ഷിക്കുക. അതാണ് ഇതിനകത്ത് ഏറ്റവും കോമഡി. അപ്പൊ നമ്മളിത് നോക്കുമ്പോൾ ഈ സൈബർക്കാരെല്ലാം ഏണ്ട പൂക്കി മുഖ്യമന്ത്രിയെ കണ്ടില്ലേ, അയാൾ പറയുന്നത് കണ്ടില്ലേ, അയാൾ പിന്നെ മാധ്യമങ്ങളെ മൈൻഡ് ചെയ്യാതെ പോകുന്നത് കണ്ടില്ലേ. അപ്പോൾ എന്താണ്, ഈ പുള്ളി ആ ലെവലിലേക്ക് വരണം. അതിനെക്കുറിച്ച് കുറ്റം പറയുന്നത് ആരാണ്? CPMകാരാണ്. പിണറായി വിജയൻ ഭരിക്കുമ്പോൾ അവർക്ക് പിണറായി വിജയൻ ഒരു കുറ്റമില്ലായിരുന്നു. പക്ഷേ പിണറായി വിജയനെ പോലെ ആകുന്നത് സതീശനായാൽ അത് അവർക്ക് കുറ്റമാണ്. അല്ല, അത് സതീശൻ മുഖ്യമന്ത്രി ആകുമെന്നുള്ള ഇങ്ങനെ ഒരു അഭിമുഖങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞു ഇത് ഒരു ഖദറിട്ട പിണറായി, രണ്ടാം പിണറായി ആയിരിക്കും. മറ്റേ മുണ്ടെടുത്ത മോദി എന്നാണ് വിളിച്ചത്. അതുപോലെ ഖദറിട്ട പിണറായി ആയിരിക്കും എന്നൊക്കെ പലരും പറഞ്ഞിരുന്നത്. കർക്കശക്കാരനാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ പദവി തന്നെ മുൾക്കിരീടമാണ്. ഇങ്ങനെ അധികാരമൊക്കെ ഉണ്ടെങ്കിൽ പോലെ ഒരു തൊന്തര പിടിച്ച ജോലി തന്നെയാണ് ഇതെല്ലാം. മുഖ്യമന്ത്രി 100-ലധികം സമിതികളുടെ അങ്ങനെ അധ്യക്ഷനാണ്. അതുപോലെ 100 കൂട്ടം കാര്യങ്ങൾ എല്ലാത്തിനും മുഖ്യമന്ത്രി ചെയ്യേണ്ടതുണ്ട്. വലിയ ജോലി തന്നെയാണ്. അല്ലെങ്കിൽ പിണറായി പോലെ വല്ലവരെ ഏൽപ്പിച്ചിട്ട് അത് വഴിക്കണം. സതീശനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും അത് നേരിട്ട് ഡീൽ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ എവിടെ പോയാലും മയക്കം കൊണ്ട് പുറകെ ചെല്ലുകയും അതിനെല്ലാം അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്നാണ് പിന്നൊരു പരാതി. അതായത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം ഇതാണ്. മാധ്യമങ്ങളാണോ മുഖ്യമന്ത്രിയെ വഴി നയിക്കുന്നത്, അതോ മുഖ്യമന്ത്രി അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ല അയാളുടെ ജോലിഭാരത്തിനനുസരിച്ച് മുന്നോട്ട് പോകണോ എന്നുള്ളത്. അപ്പോൾ ഇതിനൊരു പ്രധാന കാരണം, ഇങ്ങനൊരു ടോപ്പിക് ഇന്ന് രാവിലെ നമ്മൾ ചർച്ച ചെയ്യാൻ തന്നെ കാരണം ഇന്നലെ നടന്ന ചില സംഭവങ്ങളാണ്. അതായത് മുഖ്യമന്ത്രി ED റെയ്ഡിനെ കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. പിണറായിയുടെ വീട്ടിൽ നടന്ന ED റെയ്ഡിനെ കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. 12 തവണ ഞങ്ങൾ സമീപിച്ചിട്ടും അദ്ദേഹം പ്രതികരിച്ചില്ല. മൗനി ബാബയാണ്. ചില ചാനലുകളുടെ ഡേറ്റും സമയമൊക്കെ ഇട്ട് കാണിച്ചു. 8 മണി 10 മണി എന്നിട്ട് അവർ ഇതും കൊണ്ടു. പക്ഷേ എന്ത് പറ്റി? ഇന്നലെ നിയമസഭയുടെ നയപ്രഖ്യാപന സമ്മേളനം, ആ സമ്മേളനത്തിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം കൃത്യമായി മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി മാധ്യമങ്ങളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു. നിലപാട് വ്യക്തമാക്കി ഈ വിഷയത്തിൽ. നിലപാട് വ്യക്തമാക്കി. അതിനകത്ത് ഏറ്റവും കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയത് ഇതിന് പിന്നിൽ അതും എന്തൊരു വൃത്തികെട്ട ചോദ്യമാണ്. അതായത് ED റെയ്ഡിന് പിന്നിൽ VD സതീശനാണ് അല്ലെ UDF സർക്കാരാണെന്ന് പറഞ്ഞാൽ എന്ത് ലോജിക്കാണ് അതിനകത്ത്? എന്ത് ലോജിക്കാണ്? അല്ല, നമ്മൾ പല മാധ്യമപ്രവർത്തകരും ചില ചോദ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകാറുണ്ട്. കാരണം ഇവർ എന്ത് മാധ്യമപ്രവർത്തനമാണ്, ഇവർ പഠിച്ചതാണോ അതല്ലാതെ പക്ഷേ എക്സ്പീരിയൻസ് ഉണ്ടാണോ? ഭയങ്കര അബദ്ധങ്ങൾ പലരുടെയും ചോദിക്കില്ലേ. ഓർമ്മയുണ്ടെന്നാന്നില്ല, പണ്ട് ഇതുപോലെ ഇപ്പോൾ പറയാൻ പറ്റുന്നതാണെന്ന് അറിയില്ല, AK മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നത്. ഇവിടെ 2004 തെരഞ്ഞെടുപ്പ് പരാജയത്തോടെ അദ്ദേഹം അപ്പോൾ എല്ലാവരും ഞെട്ടിയാണ്. എയർപോർട്ടിൽ വെച്ച് സോണിയാഗാന്ധി ഫ്ലൈറ്റിൽ യാത്രയ്ക്കതിന് ശേഷം അദ്ദേഹം പറയാണ് ഞാൻ രാജിവെച്ചിരിക്കുന്നു എന്ന് പറയാണ്. എല്ലാവരും സ്തംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തക ഒരാളിൽ നിന്ന് അവിടെ കൂടുന്ന K. ശങ്കരാചാര്യൻ്റെ അടുത്ത് ചോദിക്കണം. അദ്ദേഹം മന്ത്രിയാണ്. അപ്പോൾ താങ്കളൊക്കെ രാജിവെക്കുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അല്ല മുഖ്യമന്ത്രി രാജിവെച്ചാൽ സാങ്കേതികമായി ആ മന്ത്രിസഭ ഇല്ലാതായി. അപ്പോൾ ഇത്തരത്തിലുള്ള ക്യാബിനറ്റിന്റെ രാജിയാണ് മുഖ്യമന്ത്രി. ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്നവരെ സംബന്ധിച്ചുള്ള പ്രശ്നം അവർക്ക് ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊന്നും അല്ല. അവരുടെ വിചാരം എന്താണെന്നറിയോ? അയാൾ രാജിവെച്ചു പോയി, ഇനി നിൽക്കുന്ന ഒരു പ്രത്യേകം രാജിവെക്കണം, അങ്ങനെയല്ല. അപ്പോൾ ഇന്നലെ ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഞാനിവിടെ ചെന്നു കണ്ടു, മോദിയെ കണ്ടുടനെ ഞാൻ പറഞ്ഞ പിണറായി വിജയൻ്റെ വീട്ടിൽ കയറി റെയ്ഡ് ചെയ്ത്. അത് എവിടെയൊക്കെ റെയ്ഡ് ചെയ്യണം? അത് ഇന്ന് 10 സ്ഥലത്തുണ്ട്. 10 സ്ഥലത്ത് ആ EDയെ വിളിച്ച് പറയും. ഉടനെ നരേന്ദ്രമോദി ഫോണെടുത്ത് EDയെ വിളിക്കും. സതീശൻജി വന്നിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞ അയാളുടെ വീട് റെയ്ഡ് ചെയ്യാൻ പെട്ടെന്ന് പോയി റെയ്ഡ് ചെയ്യും. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് അനക്കമില്ലാതായി. എന്തോ ഒരു ലോജിക്കില്ലായ്മയാണ്. ഇപ്പം CPMനെ സംബന്ധിച്ചിടത്തോളം വീണയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. വീണയുടെ വീടെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ താമസിക്കുന്ന വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. ആ റെയ്ഡ് നടക്കുന്നത് കേന്ദ്ര ഏജൻസിയാണ് റെയ്ഡ് ചെയ്യുന്നത്. ആ റെയ്ഡുമായിട്ട് കേരള സംസ്ഥാന സർക്കാരിന് യാതൊരു അറിയിച്ചിട്ട് പോലും ഒന്നുമില്ല. അപ്പം
പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയില്ലെന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ നമ്മളതല്ല പറഞ്ഞത്. പുള്ളി അന്നേരം ഒരു കാര്യം പറഞ്ഞു, ഈ മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണേണ്ട സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ വിളിച്ചു വരുത്തി ഞാൻ കാണും, നിങ്ങൾ എൻ്റെ പുറകെ മൈക്കും കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഒരു മൈക്ക് കൊണ്ടുവന്ന് എൻ്റെ മൂക്കിനാണ് ഇടിച്ചത്, എൻ്റെ മുഖത്താണ് അടിച്ചത് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. മുമ്പൊരിക്കൽ ഓർമ്മയുണ്ടോ, BS ഒരിക്കൽ പറഞ്ഞു ഈ കുന്തം കൊണ്ടുവന്ന് എന്നെ കണ്ണിലിട്ട് കുത്തരുതെന്ന്. അതെ, ഈ മൈക്ക് ഇങ്ങനെ നീട്ടിയപ്പോഴേ ഈ സംസ്കാരം എന്ന് തുടങ്ങി വളരെ കുറച്ച് കാലേ ആയിട്ടുള്ളൂ. അതെ, അത് ഇത് ചാനലിൻ്റെ എണ്ണം കൂടിയപ്പോൾ എല്ലാവരും മത്സരിച്ച് കൊടുക്കാൻ വേണ്ടിയുള്ള വാർത്ത കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനാണ്. വേറൊരു വിചിത്രമായൊരു സ്വഭാവ വിശേഷമുള്ള ചില റിപ്പോർട്ടർമാരുണ്ട് ചാനലുകളിൽ. ഇവരെ പരിപാടി ഇപ്പോൾ ഗ്രൂപ്പായിട്ട് എല്ലാവരും ചെന്ന് PD സെഷനടുത്ത് മൈക്ക് വയ്ക്കുന്നു, അദ്ദേഹം എന്തെങ്കിലും പറയുന്നു, ഇവരെല്ലാവരും അങ്ങോട്ട് തിരിയുമ്പം ഈ പോയ ചില വിദ്വാന്മാർ തിരിച്ചു വരും, തിരിച്ചു വന്നിട്ട് വീണ്ടും കൊണ്ടുപോയി ഒറ്റയ്ക്ക്. കാര്യം അവൻ്റെ എക്സ്ക്ലൂസീവ് എടുക്കാൻ വേണ്ടിയാണ്. പലരും ചീത്ത വിളിച്ച് ഓടിച്ചിട്ടുണ്ട്. ചിലർ രാഷ്ട്രീയക്കാർ പാവങ്ങളായതുകൊണ്ട് അവർ വീണ്ടും പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ ആവർത്തിക്കും, ഇത് ഞങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞ് വീണ്ടും കൊണ്ട് കൊടുക്കും. അപ്പോൾ ഈ സൈസ് കുറേ റിപ്പോർട്ടർമാർ ഒരു കാലത്ത് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. തിരുവനന്തപുരത്ത് തന്നെ ഞാൻ പറഞ്ഞത് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇവർ രാവിലെ ഈ മയക്ക് കൊണ്ട് ഈ പോകുന്നിടത്തെല്ലാം കൊണ്ട് മയക്ക് വയ്ക്കേണ്ട ആവശ്യമില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ കൊടുക്കാം. ഇതിൻ്റെ വേറെ പ്രശ്നം എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്നറിയാമോ വിശാഖൻ, ഈ പലർക്കും പുതിയ തലമുറ നമ്മൾ കുറ്റം പറയല്ലെങ്കിൽ പോലും ഈ സോഴ്സ് ഇല്ല പലർക്കും. അതെ, പണ്ടത്തെ തലമുറയിലെ പത്രപ്രവർത്തന സമയത്ത് സോഴ്സാണ്, അവർക്ക് എങ്ങും പോകണ്ട. അവർക്ക് വേണമെങ്കിൽ അവർ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഗംഭീര വാർത്ത. ഇപ്പം നമ്മുടെ പഴയ തലമുറ ഇപ്പോൾ ഈ ഇടയ്ക്ക് അന്തരിച്ച KG പരമേശ്വരൻ നായർ സാർ, അല്ലെങ്കിൽ G ശേഖരൻ നായർ, അതുപോലെ വലിയ കൗമുദി ബാലകൃഷ്ണനൊക്കെ അവിടെ അത്ര വലിയ പ്രഗത്ഭന്മാരുണ്ടായിരുന്ന നാടാണ് നമ്മൾ. അവരൊക്കെ വിചാരിച്ച് അവർ ഓഫീസിൽ ഇരുന്നാലും മതി, അവർ കൃത്യമായ വാർത്ത കേട്ടോ, അതിലൊരു തെറ്റും കാണുകയില്ല. ഇത് പലപ്പോഴും എനിക്ക് വന്നിട്ടുള്ളത് നമ്മുടെ പുതിയ തലമുറയിൽ പലർക്കും അവരെ കുറ്റം പറയല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നില്ല. എല്ലാവരുമായിട്ട് മറ്റവർക്കൊരു ബന്ധം, പേഴ്സണൽ ബന്ധം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഒരു ദിവസം മുഖ്യമന്ത്രി പോകുന്നിടത്ത് എല്ലാം ഈ മൈക്കും കൊട്ടിക്കൊണ്ടുപോകാൻ എന്ത് തേങ്ങയാണ് ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ED റെയ്ഡിനെ കുറിച്ച് ചോദിക്കുന്നു. അദ്ദേഹം ഈ ഡൽഹിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓടി നടക്കുന്ന ഒരാൾ, അദ്ദേഹം അതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയാം എന്ന് കരുതി അല്ല ചുമ്മാ ചാടി കയറി പറഞ്ഞിട്ട് കാര്യമില്ല. പിണറായി വിജയനെ പോലെ മാറി നിൽക്കുക, അങ്ങോട്ട് കടക്ക് പുറത്തൊന്നും പുള്ളി പറഞ്ഞു ചോദിക്കില്ല. ഇല്ല, ചോദിക്കില്ല, അല്ല ചോദിക്കും, അവിടെ ചെല്ലും. പിണറായി വിജയൻ മൈൻഡ് ചെയ്യത്തില്ല. അയാളെ ഇപ്പം നമുക്കറിയാം എത്രയോ തവണ ചാനലുകാർ കോലും കുത്തിച്ചെന്നിട്ടുണ്ട്. എപ്പോഴെങ്കിലും പിണറായി വിജയൻ സംസാരിച്ചിട്ടുണ്ടോ? സംസാരിച്ചിരിക്കുന്ന 2 വാചകമേ ഉള്ളൂ, ഒന്ന് കടക്ക് പുറത്ത്, ഒന്ന് മാറി നിൽക്കുക അങ്ങോട്ട് എന്ന് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം അദ്ദേഹത്തിന് തോന്നുന്ന സമയത്തായിരുന്നു. പക്ഷേ VD സതീശൻ അങ്ങനെയല്ല. VD സതീശൻ അധികാരമേറ്റു അദ്ദേഹം നിയുക്ത മുഖ്യമന്ത്രിയായ ദിവസം തൊട്ട് ഇവർ കോലും കുത്തി നടക്കുകയാണ്. ഒടുവിൽ അദ്ദേഹം തന്നെ സൈ കേട്ട് പറഞ്ഞു, ഞാനിപ്പോൾ എത്ര തവണ നിങ്ങളോട് സംസാരിച്ചു, ഓരോ തരത്തിൽ ചെല്ലുമ്പോൾ വന്ന് പിന്നെയും ചോദിക്കേണ്ട കാര്യമില്ല. അല്ല, മാത്രമല്ല ശരിയല്ല, ഇത് പ്രിന്റ് മീഡിയക്കാർക്ക് വലിയ പ്രശ്നമാണ്. കാരണം ഇവർ വെറുതെ ഓരോന്നിനും ചില നാക്കുമ്പോൾ എല്ലായിടത്തും ഓരോന്ന് പറയും. പിന്നെ അത് മുഴുവൻ തപ്പിയെടുത്ത് കൊടുക്കുക എന്നുള്ള പ്രിന്റ് മീഡിയക്കാരുടെ ഒരു ദുരിതമാണ്. പലപ്പോഴും പഴയ തലമുറയിലെ രാഷ്ട്രീയ നേതാക്കന്മാർ സമ്മതിക്കാറില്ല. അവർ പറയും നിങ്ങൾ അത് അവരൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും, അതുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് ഞാൻ വിളിക്കാം, നിങ്ങളെ വിളിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇങ്ങോട്ട് പോവാം. അല്ലാതെ ഈ ഓരോരുത്തരെ ഒളിച്ച് നിന്ന് ഓരോ അതിൻ്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് എക്സ്ക്ലൂസീവ് എടുക്കാനുള്ള കാര്യം വിഷയം അറിയാൻ പാടില്ലാത്തതാണ് പലരും ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അടുത്ത് നമുക്ക് ഇങ്ങനെ ചെല്ലാം, പത്രക്കാർക്കെല്ലാം ജനക്ക്. മറ്റു സംസ്ഥാനങ്ങളിൽ എത്ര മുഖ്യമന്ത്രിമാരുടെ അടുത്ത് പത്രക്കാർക്ക് തോന്നും പോലെ മൈക്ക് അടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സംസ്കാരം ഇവിടെ ഉണ്ടാക്കി വെച്ചത് ഇവിടുത്തെ പ്രതിപക്ഷമാണ്. പിണറായി വിജയൻ വരെ ഓടിച്ചു വിട്ടത് നല്ല കാര്യമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഒരാൾക്ക് പലവിധ പരിപാടികളുണ്ട്. എപ്പോഴും ഈ കോലും കുത്തി മുന്നോട്ട് ചെല്ലുമ്പോൾ ഇപ്പോൾ എല്ലാ സംഭവവും നമ്മൾ അറിയണമെന്നില്ല. ഇപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മൾ ഒരു ചർച്ച എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തെക്കുറിച്ചൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നത്. പക്ഷേ നമ്മളുടെ ഈ ചർച്ച എയറിൽ പോകുമ്പോഴത്തേക്ക് ഇത് കാലഹരണപ്പെട്ടു പോയി ആ ഡെവലപ്മെൻറ്റ് മുന്നിൽ കയറി. അപ്പോൾ എന്ത് ചെയ്യും, ഇതിനടി വന്ന് ഓരോരുത്തരും തെറി പറയും, അറിഞ്ഞില്ലയോ അത് അതിലേ പോയി ഇതിലേ പോയി എന്ന്. എന്താ സംഭവം, നമ്മുടെ ലൈവ് അല്ല ചർച്ച, നമ്മുടെ റെക്കോർഡഡ് ആയിട്ട് എഡിറ്റഡ് ആണ് ചർച്ച എന്ന് പറയും. അപ്പോൾ ആ ചർച്ച കഴിയുമ്പോഴത്തേക്ക് വേറൊരു ഡെവലപ്മെൻറ്റ് വന്നാൽ ഈ പഴയ ചർച്ചയ്ക്ക് ഒരു സാങ്കത്യം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. അല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതൊരു ശരിയായ നടപടിയല്ല. അത് മാധ്യമ സ്ഥാനങ്ങൾ തലപ്പത്തിരിക്കുന്നവർ കൂടെ പറഞ്ഞു. അല്ല, മാധ്യമങ്ങൾ അജണ്ട നിശ്ചയിക്കേണ്ട കാര്യമില്ല. അയാൾ മുഖ്യമന്ത്രി പറയുന്നെങ്കിൽ പറയട്ടെ. പക്ഷേ എപ്പോഴും അദ്ദേഹത്തിന് പുറകെ അദ്ദേഹം പറഞ്ഞല്ലോ, നിങ്ങളെ ഞാൻ കാണും, നിങ്ങളോട് സംസാരിക്കാനുള്ള സംസാരിക്കാം, അതിന് സമയവും കാലവും ഞാൻ നിശ്ചയിച്ച് പറയാം, അപ്പോൾ നിങ്ങൾ വന്നാൽ മതി. അപ്പോൾ ഇതെന്തോ വലിയ കുറ്റകൃത്യം പോലാണ് ഇന്നലെ ഡബിൾ റഹീം അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് പൂക്കി മുഖ്യമന്ത്രിയുടെ തനി സ്വഭാവം പുറത്തു വന്നു, പൂക്കിയുടെ ചിരിയൊക്കെ അങ്ങ് മാറി, പൂക്കി ഇപ്പോൾ ചിരിക്കത്തില്ല, മൗനീഭാവയാണ്. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്, ഇദ്ദേഹം പിണറായി വിജയനെ പോലെ ആയി എന്ന് പറഞ്ഞ് അവർ സന്തോഷിക്കുക. അതാണ് പിണറായി. കാര്യം സ്വന്തം പുരയ്ക്ക് തീ വെച്ച ആളാണല്ലോ പിണറായി. അപ്പോൾ അതുകൊണ്ട് ഇനി ബാക്കിയുള്ളവനും അതുപോലെ ആണോ എന്നുള്ളൊരു അന്വേഷണത്തിലാണ് അവർ. അല്ല, മാധ്യമങ്ങൾ ഒരിക്കലും ഒരു മുഖ്യമന്ത്രിയുടെയും അജണ്ട പ്രതിപക്ഷ നേതാവിന് പിന്നെ തുറന്നു പറയുകയാണ്. ഇപ്പം ഇനിയിപ്പോൾ പിണറായി വിജയൻ ഒരു ചാനലുകാരനെ ഓടിക്കുകയില്ല. ഇല്ല, പിണറായി വിജയന്റെ മുമ്പിൽ കോലി കുത്തി ചെന്ന് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അദ്ദേഹം പറയും. ഇന്നലെ അദ്ദേഹം വളരെ വിനയാന്യതനെ സംസാരിക്കുന്നുണ്ടായിരുന്നു നിയമസഭ അവിടുത്തെ പ്രസ് കോൺഫറൻസിൽ.
അപ്പോൾ ഏതായാലും ഇതൊരു ശരിയായ നടപടിയല്ല. മാധ്യമങ്ങളൊന്ന് പുനർവിചിന്തനം നടത്തേണ്ട അല്ല കാര്യമാണ്. അത് BSNL അതിപ്പോ ആരാണെങ്കിലും അത് ആരാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും VD സതീശനാണെങ്കിലും നരേന്ദ്രമോദി ആരെങ്കിലും മാധ്യമങ്ങൾക്ക് സംസാരിക്കാൻ മുഖ്യമന്ത്രി ഒരു അവസരം കൊടുക്കും. ആ അവസരത്തിൽ സംസാരിക്കുക. അല്ലാത്തപ്പോൾ ഇപ്പോൾ അതുപോലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണെങ്കിൽ ഓക്കെ, ഇപ്പം EDയുടെ റെയ്ഡിനകത്ത് ഇദ്ദേഹം വാ തുറന്നില്ല, ശരിയാണ്, അദ്ദേഹത്തിന് വാ തുറക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് അദ്ദേഹം വാ തുറന്നില്ല. പക്ഷേ എന്ന് വെച്ച് എല്ലാ കാര്യത്തിനും അദ്ദേഹം നിങ്ങൾ മൈക്കുമായിട്ട് ചെല്ലുമ്പോൾ പ്രതികരിക്കണം എന്ന് വാശി പിടിക്കുന്ന ഒരിക്കലും ശരിയല്ല. ശരിയായ നടപടിയല്ല. മാധ്യമങ്ങളല്ല ഒരു പൊതുപ്രവർത്തകൻ്റെ അജണ്ട നിശ്ചയിക്കേണ്ടത്. നമ്മൾ അങ്ങനെ ഒരു പ്രവണത ഇപ്പം ഈ വരുന്ന പ്രവണത അതിന് ഒരു അന്ത്യം കുറിക്കേണ്ടതായിട്ടുണ്ട്. ഇത് എല്ലാ കാര്യത്തിലും ഒരു പൊതു ഇടം ഉണ്ടാക്കി എല്ലാവരോടും സംസാരിക്കുമല്ലോ, അതിന് അദ്ദേഹം വിളിക്കുമല്ലോ. ഇപ്പം എല്ലാ ബുധനാഴ്ചയും ക്യാബിനറ്റ് ഉണ്ട്. പിന്നെ ഇന്നലെ ഇപ്പം നൈബർ ക്യാബിനും കഴിഞ്ഞ് ഇന്നലെ അദ്ദേഹത്തിന് പ്രസ് മീറ്റ് വിളിക്കേണ്ട കാര്യമില്ല, പക്ഷേ അദ്ദേഹം വിളിച്ചല്ലോ. ഇത്രയും ദിവസം നിങ്ങൾ ക്യാമറയും ഒക്കെ ആയിട്ട് പുറകെ നടന്നതല്ലേ, അത് വിളിച്ചു. പക്ഷേ അത് എപ്പോഴും ഒരു മനുഷ്യൻ്റെ പുറകെ നടന്ന് അദ്ദേഹം പോകുന്ന സ്ഥലത്തല്ല അയാൾ ഒരു ദിവസം 10 പരിപാടിക്ക് വേണ്ടി 10 ഇടത്ത് ഈ മയക്കും കൊണ്ട് ചെന്ന് അദ്ദേഹത്തെ ശല്യപ്പെടുത്തുന്ന ഒരിക്കലും ഒരു നല്ല മാധ്യമ സംസ്കാരമല്ല എന്ന് തന്നെയാണ് നമ്മൾ പറയാനുള്ളത്.